നമുക്ക് കുറച്ച് പേർക്ക് ഫുഡ് കൊടുത്താലോ? നമുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്നതല്ല കേട്ടോ, എൻ്റെ നാത്തൂൻ്റെ ചാനലാണ് ഋതൂസ് വ്ളോഗ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ അവളുടെ ചാനലാണത്. അതിലൂടെ അവൾ കുറേ പേർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുക, അതുപോലെ ഒരു ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഇതുപോലെ കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കുമോ ചോദിച്ചിട്ട് ഒരു എമൗണ്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ അടുത്തൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വാങ്ങുകയാണ് ചെയ്യുക. കാരണം 12 മണിയാകുമ്പോഴത്തേക്ക് ആ ചേട്ടൻ നമുക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്തൊരു എമൗണ്ട് കൊടുത്താൽ മാത്രം മതി, പിന്നെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ നോക്കിയ സമയത്ത് പെരുന്നാൾ കഴിഞ്ഞിരിക്കുകയാണല്ലോ, അപ്പോൾ അവർ ട്രിപ്പ് പോയി. അപ്പോൾ ഏട്ടന് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി രാവിലെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്. ഓരോ വീഡിയോൻ്റെ താഴെ ഞാൻ ചില കമൻസൊക്കെ കാണാറുണ്ട്, നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത് മറ്റുള്ളവരെ കാണിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ചെയ്താൽ പോരെ. പക്ഷേ ഇങ്ങനെ ഇതും പലരും മറ്റുള്ളവരെ കാണിച്ച് ഓരോ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഓരോരുത്തർക്കും എന്നാൽ എനിക്കും ഇങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു താല്പര്യം തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ നാത്തും തന്നെ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അവൾക്ക് പലരും ഇതുപോലെ ചേച്ചി ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കസിൻ്റെ ബർത്ത്ഡേ ആണ്, ഇങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ച് കുറേ പേര് പൈസ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അതിനനുസരിച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അത് കണ്ടിട്ട് അവർക്ക് അങ്ങനെ തോന്നിയിട്ട് അവർ അയച്ചു തരുന്നത്. നമ്മളിത് ആരും അറിയാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആരും അറിയില്ല, ആർക്കും അതുപോലെ ചെയ്യണമെന്നും തോന്നില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മകൻ്റെയോ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആരെയും ഏൽപ്പിക്കണം എന്നില്ല, നിങ്ങൾക്ക് സ്വയം തന്നെ ചെയ്യാം. കാരണം നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ പങ്ക് നമ്മളൊരു പൊതിച്ചോറാക്കിയിട്ട് നമ്മൾ ഒന്ന് റോഡിലേക്ക് ഇറങ്ങി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഭക്ഷണം കിട്ടാത്ത എത്രയോ ആൾക്കാരെ. അപ്പോൾ അവർക്ക് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൊരു കാര്യമാണത്. ആദ്യം ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യുക എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ നാത്തൂൻ അവളുടെ ചാനലിൽ എന്തായാലും ഓൾറെഡി പോസ്റ്റ് ചെയ്യുമല്ലോ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഞാൻ എന്തായാലും എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന്. കാരണം ഇത് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും എങ്ങനെ ചെയ്താലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു വലിയ കാര്യം കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കാണുന്ന സമയത്ത് വൃദ്ധസദനങ്ങളിൽ പോയി കേക്ക് കട്ട് ചെയ്യുക, അനാഥാലയങ്ങളിൽ പോയി കേക്ക് കട്ട് ചെയ്യുക, അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക, അതൊക്കെ വളരെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ ഇതുവരെയെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ. നമ്മൾ ഒരു നേരത്തെ ഫുഡ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ മനസ്സിലുണ്ടാകുന്ന സന്തോഷം നമുക്ക് അവരുടെ ഫേസിൽ കാണാൻ പറ്റും. അത് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും കാലം എന്തേ. പക്ഷേ ഇതുപോലെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷേ അവരെല്ലാവരും തന്നെ ഇതുപോലെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നില്ല. പക്ഷേ നമ്മളിത് വീഡിയോ എടുത്ത് ചെയ്യുന്നതിലൂടെ കുറേ പേരത് കണ്ടിട്ട് അവർക്കും ചെയ്യാമെന്നുള്ളൊരു താല്പര്യം തോന്നുന്നു. അതുകൊണ്ട് മാത്രമാട്ടോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും വീഡിയോ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മടിച്ച് നിൽക്കാതെ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞങ്ങൾ എന്താ പറയുക, ഒരു 20 ആൾക്കാണ് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കിലോ ചിക്കനും അതുപോലെ തന്നെ 3 കിലോ റൈസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ആദ്യം തന്നെ, ഞാൻ സാധാരണ ചിക്കൻ ദമ്മിട്ട് വെക്കുന്ന സമയത്ത് ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വയ്ക്കുക. പക്ഷേ നമുക്കിപ്പോൾ പൊരിച്ച് വെക്കാനുള്ള സമയം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ കുരുമുളക് പൊടി, കുറച്ച് ഉലുവപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ആദ്യം തന്നെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മസാലയിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ വെക്കുക, അപ്പോൾ അത് ചിക്കൻ വെന്ത് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ സെപ്പറേറ്റ് ഒന്ന് വേവിച്ച് കുറുക്കി വറ്റിച്ചെടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറുതാക്കി നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 കിലോ സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം വെള്ളം ചേർക്കാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് സവാള നന്നായി വേണം. നന്നായി നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുക്കുന്ന സമയത്ത് സവാള നല്ല ബ്രൗൺ കളറിൽ നമ്മൾ റൈസിലേക്ക് ഇടുന്ന പോലെ ആയിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ നമുക്ക് അങ്ങനെ വഴറ്റിയെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ വഴറ്റിയെടുത്തിട്ടില്ല. ഒരു മീഡിയം ലെവലിൽ വഴറ്റിയെടുത്തു. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഇളക്കി വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ 1/2 കിലോ തക്കാളി അത് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ കറിവേപ്പില, പുതിന, മല്ലിച്ചപ്പ് അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ വഴറ്റി വെച്ച സവാളയില്ലേ അതും ചേർത്ത് കൊടുത്ത് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ചിക്കനിൽ നമ്മൾ ഓൾറെഡി വേണ്ടത്ര മസാലയും സ്പൈസസും ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഇനിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊക്കെ റെഡിയായി. പിന്നെ നമുക്ക് അതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞങ്ങൾ അടുപ്പിലായിട്ട് ഉണ്ടാക്കിയെടുത്തത്. ഞാൻ ഗ്യാസിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ആ ദമ്മ് ചെയ്യുന്നതിനോട് എനിക്ക് അത്ര പെർഫെക്ഷൻ ഗ്യാസിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കിട്ടാറില്ല. ഞാൻ എപ്പോഴും അടുപ്പിലാണ് വയ്ക്കുക. എന്നിട്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ
ഇതുപോലെ തന്നെ ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് 6 kg നെയ്യില്ലേ അതും ചേർത്ത് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ 30 രൂപയുടെ പട്ട ഗ്രാമ്പൂ ബിരിയാണി മസാലേൻ്റെ പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെയ്തത്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ എടുക്കുക വെച്ചാൽ ഞാൻ ഈ ഒരു പാത്രത്തിനാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രം എന്ന് പറയുന്നത് നമ്മൾ അരി അളന്ന പാത്രമാണ്. ഈ ഒരു പാത്രത്തിന് 1.25 പാത്രം അരി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഒരു പാത്രം നിറച്ചിട്ടും പിന്നെ അതിൻ്റെ അടിയിലുള്ള വരയില്ലേ അതിനനുസരിച്ച് കാലളവിൽ നമ്മൾ ആ വരയ്ക്കനുസരിച്ച് നമ്മൾ കരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിരിയാണിക്ക് വെള്ളം വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിന് 2.25 അളവിൽ വെള്ളം വയ്ക്കുക. എന്ന് വെച്ചാൽ 2.25 ആ വര കണ്ടില്ലേ അവിടുന്ന് 2.25 അളവിൽ വെള്ളം വയ്ക്കുക വേണ്ടത്. അത് എന്നിട്ട് വെച്ചിട്ട് നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോൾ എപ്പോഴും അരിയുടെ ഇരട്ടി വേണം വെള്ളം ഒഴിക്കാൻ. ഇരട്ടിയിൽ നിന്ന് കുറച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. അതെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ ദമ്മ് കിടന്നാണ് വേവുക. അപ്പോൾ ഇതിന് ഞാൻ 2.25 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ 3 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ വെള്ളം തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ഇളക്കി നോക്കുന്ന സമയത്ത് അടിയിൽ ചെറുതായിട്ടൊന്ന് പിടിക്കും പോലെ തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് അടുപ്പത്ത് നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ഈ കനൽ മുഴുവനായിട്ട് ഈ ചോറിനെ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്ത് കഴിയുമ്പോഴത്തേ നമ്മളെ റൈസ് നല്ല പെർഫെക്റ്റായി റെഡി ആയി കിട്ടും കേട്ടോ. നമുക്കിത് ഇരിക്കുന്ന സമയത്ത് ചൂടോടെ എടുക്കുന്ന സമയത്ത് ചെറിയ ഒട്ടൽ തോന്നുമെങ്കിലും ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയി കിട്ടും. എന്നിട്ട് നമ്മളിതൊക്കെ ഓരോ കണ്ടെയ്നറിലേക്ക് ഇതുപോലെ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അമ്മയും മൂത്ത നാത്തൂനും കൂടിയാണ് ഇതുപോലെ പാത്രത്തിലേക്കൊക്കെ ആക്കുന്നത് കേട്ടോ. നമ്മളിതുപോലെ ആക്കിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് പറഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് നനയാതെ നോക്കണം. അപ്പം ഞങ്ങൾ കവറിലൊക്കെ ആക്കിയിട്ടാട്ടോ ഓരോരുത്തർക്ക് കൊടുത്തത്.